കോഹ്ലിന്റെ കൂടെ കോഹ്ലി, അനുഷ്ക എല്ലാത്തന്നെ. നമ്മളെ നാട്ടിൽ പോയാലെല്ലാം നമ്മൾ അങ്ങോട്ട് പോന്നി. ബാംഗ്ലൂര് കഴിഞ്ഞ പ്രാവശ്യം പോയാലും കളി കാണാൻ. അതില് ഞാൻ ബാംഗ്ലൂർ ഒറ്റ പോയിട്ടേ. ഓ അന്നേരം നിങ്ങൾ കറങ്ങാൻ പോയി. അനുഷ്ക ഉണ്ടായിനല്ലേ, കോഹ്ലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. അത് ശരി. എന്നിട്ട് പിന്നെ സഞ്ജു വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ തന്നെയാ കളി കാണുമ്പോ. ഈ കളി കാണുമ്പോ ഇന്നിപ്പോ 3:30 കവർ ചെയ്തിട്ട് പോലും. പിന്നെ കളി ഇന്ത്യൻ ടൈം. അത് ശരി. അപ്പൊ സഞ്ജുവിന് ഞാൻ ഉപദേശകനായിട്ടും കോഹ്ലിന്റെ ടീമിന് മെന്ററായിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഓ രാത്രിയില് ഓസ്ട്രേലിയയിൽ ഇരുന്നിട്ട് ഉറങ്ങാണ്ട് സഞ്ജുവിന്റെ, നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം, സഞ്ജുവിന്റെ മെന്ററും കോഹ്ലിന്റെ ഉപദേശകനും. അപ്പം എങ്ങനെയൊക്കെ ഇവരെ എത്തിക്കണം, നോക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എത്തിച്ച പോലെ തന്നെ നോക്കാം. എത്തിക്കുമായിരിക്കും. ഇപ്പൊ സഞ്ജുവിനെ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത്? സഞ്ജു ഞാനെല്ലാം ഒന്നിച്ച് സഞ്ജു ഞാന് ഒന്നിച്ച് പഠിച്ചതാണോ അറിയാൻ പോയതാണ്. അതല്ല, ഞാൻ അക്കാദമിയിലാണ് സഞ്ജു പിന്നെ വന്നത്. ഞാനിങ്ങനെ ബാറ്റ് ചെയ്തോണ്ടിരിക്കാന്നേ. അന്നിങ്ങനെ സഞ്ജുവിന്റെ അച്ഛൻ ഒരു ചെറിയ സഞ്ജുവിനെ കാണുന്നത് ഇത്രയും വര പോലെ കൂട്ടി വന്ന്, അപ്പൊ ഒരു വിക്കറ്റിന്റെ അത്ര പോലും ഇല്ല. ഒറ്റ നോട്ടത്തിന് നമ്മൾ ഒരേ വൈബില്ലവരല്ലേ, പറന്ന് വീഴുമ്പോ തന്നെ ഈ വൈബിന്ന് വരും. അതേപോലെ പിന്നെ ഞാൻ പറന്ന് വീണ തന്നെ ഹർത്താലാന്ന് അമ്മ പറയുന്നത് കേട്ടോ, നാട്ടിൽ ആ വൈബില്. കാരണം തലശ്ശേരിയാന്നല്ലോ സ്ഥലം. സഞ്ജുവിനെ കണ്ട് പറയട്ടെ, മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അന്നേരം തന്നെ. അത്ര ബൈബില്ല. അപ്പൊ ഈ ഇത്രയേ ഉള്ളൂ. ഞാൻ അന്നേരം തന്നെ നമ്മളെ കോച്ചിനോട് പറഞ്ഞ്, ഏതായാലും എന്റെ സ്ഥാനം ഇവരെന്നെ വിടാണ്ട് നിൽക്കുന്നതാണ്. എനിക്ക് എന്തെങ്കിലും ഇന്ത്യൻ ടീമിൽ ഇത് കിട്ടിയിട്ട് പോവാൻ നിൽക്കുന്നത്. എന്നാലും ഞാൻ പറയും എന്റെ സ്ഥാനം, അവർ നിങ്ങളെ സ്ഥാനത്ത് ഒരാളെ കിട്ടിയിട്ട് ഈ ജേഴ്സി കൊടുത്താലേ പോവാൻ പറ്റൂ. അങ്ങനെ എന്തായി, സ്റ്റമ്പിന്റെ അത്ര ഇല്ലാത്ത സഞ്ജുവിന് ഞാൻ പറഞ്ഞു, ഇവനെ നിങ്ങള് കോച്ചിങ്ങെല്ലാം കൊടുത്ത് വളർത്ത് തേച്ച് മിൽക്കി എടുത്താല് നിങ്ങൾക്കു എനക്കു പിന്നെ ഇന്ത്യക്കു ഒരു ഇത് കിട്ടും. ഏത് ഒരാളെ കളിക്കാൻ വേണ്ടി. അതല്ലേ ഇപ്പഴത്തെ സഞ്ജു സാംസൺ. ഓ അത് ശരി. അങ്ങനെയാണ് സഞ്ജു സാംസനെ ജേഴ്സി ആദ്യമായിട്ട് കിട്ടിയത്. സഞ്ജു സാംസനെ കണ്ടുപിടിച്ച് അക്കാദമിയിലെ ഇപ്പൊ നമ്മളെ പേര് ഏടിയില്ലേ, ഞാൻ അന്നേ പറഞ്ഞ സഞ്ജു. പിന്നെ സഞ്ജുവിന്റെ അവരോടെല്ലാം പറഞ്ഞു, ഇനി ഇവൻ നാളെ ഒരു വലിയ കളിക്കാരനായാലും പണ്ട് പിന്നെ ഞാനാണ് എന്റെ പഴയ സ്റ്റമ്പ് വിറ്റിട്ടാണ് ഇവന് ബാറ്റ് ചെയ്യാൻ വാങ്ങിക്കൊടുത്തത്, അതൊന്നും പറയാൻ പാടില്ല. ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഏതെങ്കിലും ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഓന്റെ കളി കണ്ടുകൊള്ളാം. ഓക്കെ, നമുക്കിപ്പൊ